നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഐറ്റമാണ്. ഇതൊരു ഓറൽ ഇറിഗേറ്റർ ആണ്. അഗാരോയുടെ പോർട്ടബിൾ ഓറൽ ഇറിഗേറ്റർ. എഫക്റ്റീവ് ആയിട്ടുള്ള ഓറൽ കെയറിന് വേണ്ടി നിങ്ങൾക്ക് ഈ ഒരു പോർട്ടബിൾ ഓറൽ ഇറിഗേറ്റർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതായത് ഈ ഒരു ഓറൽ ഇറിഗേറ്ററിന്റെ ആവശ്യം വരുന്നത് എവിടെയാണെന്നൂടെ പറയാം. നമ്മൾ ബ്രഷ് ചെയ്തതിന് ശേഷവും നമ്മുടെ വായ്ക്കുള്ളിൽ പലയിടത്തായിട്ട് വേസ്റ്റ് അടിച്ചു കൂടിയിട്ടുണ്ടായിരിക്കും. ഈ പല്ലിന്റെ ഇടയിലൊക്കെയുള്ള അഴുക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് ഓറൽ ഇറിഗേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഓറൽ ഇറിഗേറ്റർ കുറിച്ച് കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടുള്ള ഇതിന്റെ ഉപയോഗം എന്താണെന്നും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നും എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനമെന്നും വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാവുന്ന ലൈക്ക് ചെയ്തേക്കുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇങ്ങനെ ഒരു ബോക്സിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. ബോക്സിന് മുകളിൽ ഈ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം നമുക്ക് യൂസർ മാനുവൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ 2 നോസിൽസ് നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു ചാർജിങ് കേബിളും ഉണ്ട്. പിന്നെ നമുക്ക് മെയിൻ യൂണിറ്റുമാണ് ബോക്സിൽ ലഭിക്കുന്നത്. വളരെ ഭംഗിയുള്ള കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഡിസൈനാണ് ഇതിന് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പം ഉണ്ടെങ്കിലും നമുക്ക് കയ്യിൽ പിടിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇതിന് നൽകിയിട്ടുള്ളത്. നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഇത് മെയ്ഡ് ചെയ്തിരിക്കുന്നത് ഡ്യൂറബിൾ ആയിട്ടുള്ള ABS പ്ലാസ്റ്റിക് കൊണ്ടാണ്. ഓരോ മിനിറ്റിലും 1400 പൾസ് ഇത് ഡെലിവർ ചെയ്യും. 10 to 90 PSI വാട്ടർ പ്രഷർ വരെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നോസിൽസ് ഈസി ആയിട്ട് നമുക്ക് ഈ ബട്ടൺ പ്രസ് ചെയ്ത് അറ്റാച്ച് ചെയ്യാനും റിമൂവ് ചെയ്യാനും സാധിക്കും. IPX7 വാട്ടർ പ്രൂഫ് ആണ്. 4 ക്ലീനിങ് മോഡ്സ് ഇതിൽ നൽകിയിട്ടുണ്ട്. നോർമൽ, സോഫ്റ്റ്, പൾസ്, കസ്റ്റം. ഇതാണ് പവർ ബട്ടൺ. ഇതിൽ പ്രസ് ചെയ്ത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും. അതിന് താഴെയായിട്ടൊരു ബട്ടൺ നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. നോർമൽ മോഡിൽ ഇട്ടാൽ ഹൈ പ്രഷറിലായിരിക്കും വെള്ളം വരിക. സോഫ്റ്റ് മോഡാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ലോ പ്രഷറിലായിരിക്കും വെള്ളം വരിക. ഇനി പൾസ് മോഡ് ഉപയോഗിക്കുമ്പോൾ കുറച്ചൊരു വൈബ്രേഷനോട് കൂടി പൾസ് ചെയ്തുകൊണ്ടുള്ള രീതിയിലാണ് വെള്ളം വെളിയിലേക്ക് ചീറ്റി വരുന്നത്. അപ്പൊ പൾസ് മോഡ് ഉപയോഗിക്കുമ്പോൾ ഒരു മസാജ് ചെയ്യുന്ന ഫീലൊക്കെ നമുക്ക് ലഭിക്കും. ഇനി ഇതിൽ 4ാമത്തെ മോഡായിട്ടുള്ള കസ്റ്റം മോഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. കസ്റ്റം മോഡ് സെലക്ട് ചെയ്ത് പവർ ബട്ടണിൽ പ്രസ് ചെയ്ത് ഓൺ ചെയ്യുക. അതിനുശേഷം മോഡ് ബട്ടണിൽ 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇപ്പൊ താഴെയായിട്ടൊരു LED ബ്ലിങ്ക് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ആ ഒരു മോഡ് ബട്ടണിൽ ഓരോ പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോഴും ഓരോ പ്രഷറിലായിരിക്കും വെള്ളം പമ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് ഏത് പ്രഷറാണോ വേണ്ടത് അത് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ 2 മിനിറ്റ്സിൽ ഓട്ടോ ഷട്ട് ഓഫ് ഫംഗ്ഷനും ഇതിൽ നൽകിയിട്ടുണ്ട്. അതായത് ഓരോ 2 മിനിറ്റ്സ് കഴിയുമ്പോഴും ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവും. പിന്നീട് വീണ്ടും നമ്മൾ ഇത് ഓൺ ആക്കി ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതായത് 2 മിനിറ്റ്സിൽ തന്നെ നമുക്ക് ക്ലീനിങ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ ടാങ്ക് ഇതേപോലെ ഊരിയെടുത്തോ അല്ലെങ്കിൽ ഇവിടം ഓപ്പൺ ചെയ്തോ ഇതിലേക്ക് വെള്ളം നിറയ്ക്കാനായിട്ട് സാധിക്കും. 200 ml വാട്ടർ ടാങ്ക് കപ്പാസിറ്റി ആണ് ഇതിന് ഉള്ളത്. വെള്ളം നിറച്ച് നമുക്ക് അതിൽ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മൗത്ത് വാഷും ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ടാങ്കിൽ വെള്ളം നിറച്ച ശേഷം നോസിൽസ് ഇതേപോലെ അറ്റാച്ച് ചെയ്യുക. അറ്റാച്ച് ചെയ്തതിനു ശേഷം ഈ നോസിൽ നമുക്ക് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാനും സാധിക്കും. ഇനി ഇത് ഉപയോഗിക്കാനായിട്ട് വളരെ ഈസിയാണ്. നോസിൽ കണക്ട് ചെയ്തതിനു ശേഷം വേണ്ട മോഡ് സെലക്ട് ചെയ്ത് നോസിൽ വായിൽ വെച്ചതിന് ശേഷം പവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓറൽ ഇറിഗേറ്റർ അതിന്റെ ഫംഗ്ഷൻ പ്രോപ്പർ ആയിട്ട് ചെയ്യും. യൂസ് ചെയ്തതിന് ശേഷം ടാങ്ക് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് മറക്കല്ലേ. കാരണം നമ്മൾ വീണ്ടും ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ അതിലൂടെ മറ്റ് ഇൻഫെക്ഷനുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ടാങ്ക് ക്ലീൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഡെയിലി 2 മിനിറ്റ്സ് വെച്ച് 2 ടൈംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 15 ഡേയ്സിന്റെ ബാറ്ററി ബാക്കപ്പ് കിട്ടുമെന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. പിന്നെ ചാർജിങ് ടൈം 4 മണിക്കൂറാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് ഏകദേശം 1500 രൂപയാണ്. ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിടത്തോളം റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. നല്ല ബിൽഡ് ക്വാളിറ്റി ഒരു പ്രൊഡക്റ്റിന് ബ്രാൻഡ് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ 200 ml ഒരു ടാങ്കും ഇതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. പോർട്ടബിൾ ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടു നടന്നുകൊണ്ട് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇതിന്റെ ഫംഗ്ഷൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള സൗകര്യവും ഇതിൽ നൽകിയിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആണ്. ടാങ്കിന്റെ കപ്പാസിറ്റി 200 ml ഉള്ളൂ. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് വെള്ളം തീർന്നു പോകുന്ന പോലെ നമുക്ക് തോന്നും. കാരണം നമ്മൾ അത്രയും പ്രഷറിൽ ഇതിൽ വെള്ളം പമ്പ് ചെയ്യിക്കുന്ന സമയത്ത് ഓരോ മോഡുകൾ മാറുന്നതിനനുസരിച്ച് പെട്ടെന്ന് വെള്ളം തീർന്നു പോകുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷെങ്കിൽ ഈസി ആയിട്ട് നമുക്കിതിൽ വെള്ളം വീണ്ടും ഒഴിക്കാനും അത് ഫില്ല് ചെയ്യാനും സാധിക്കുന്നത് കൊണ്ട് തന്നെ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ എന്തായാലും ഈസി ആയിട്ട് നമുക്കിത് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ആവശ്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഫോളോ ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എന്തെങ്കിലും ഇനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. അപ്പോൾ ഇതിലും നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ആയി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.